എല്ലാവർക്കും നമസ്കാരം. 70 വയസ്സായിട്ടുള്ളൊരു അച്ഛനാണ് എനിക്ക് അനുഭവം അയച്ചു തന്നത്. എന്നോട് തള്ളിക്കളയരുതേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അത്രയും അച്ഛന്മാരും അമ്മമാരും ഒക്കെയല്ലേ നമ്മുടെ അനുഭവങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഗുരുവായൂരിലെത്താൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ആ മോഹനൻ സാറിൻ്റെ അനുഭവം ഞാൻ അയച്ചു തരികയാണ്, കേൾപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കേൾക്കട്ടോ. ആദ്യമായി ശ്രീകാന്ത് സാറിന് ബിഗ് സല്യൂട്ട്. എന്നെ സാറെന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ആദ്യമേ പറയട്ടെ. അച്ഛനും അമ്മമാരൊന്നും സാറേ എന്ന് വിളിക്കരുത്. പേര് എന്നെ വിളിക്കുക കേട്ടോ. ലോകത്തെ മലയാളികളുടെ കൃഷ്ണാനുഭവം വളരെ ഭംഗിയോടെ ത്രിമധുരം എന്ന പേജിലൂടെ എല്ലാവരുടെയും അനുഭവം വിവരിക്കുമ്പോൾ ഗുരുവായൂരിലെത്തിയതുപോലെ തോന്നും. എൻ്റെ അനുഭവം ഞാൻ വിവരിക്കുന്നു, തള്ളിക്കളയരുതേ എന്നൊരപേക്ഷ. 2-3 പ്രാവശ്യം ഗുരുവായൂരിൽ പോയിട്ടും എൻ്റെ ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റിയില്ല. നവംബർ 21-ാം തീയതി വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ ആലങ്ങാട് ദേശത്താണ് എൻ്റെ വീട്. എനിക്കാണെങ്കിൽ കാലിൻ്റെ അടിയിൽ ആണി രോഗവും പോരാത്തതിന് ആമവാദം എന്ന രോഗവും, നടക്കാനൊന്നും പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ വയ്യാത്തതാണ്, ഒറ്റയ്ക്കാണ് വരുന്നത്, കൂടെ ഉണ്ടാവണമെന്ന്. അമ്പലപ്പാറയിൽ നിന്നും ബസ്സിൽ കയറിയപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഗാനം ബസ്സിലുണ്ടായിരുന്നു. ഒറ്റപ്പാലം ഇറങ്ങി ഗുരുവായൂർ ബസ്സിൽ കയറിയപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഗാനം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ഒരു കുപ്പി പശുവിൻ പാലും ഗുരുവായൂരിൽ നിന്ന് മുല്ലപ്പൂമാലയും വാങ്ങിയാണ് ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിയത്. 60 വയസ്സുള്ളവരുടെ ക്യൂ ഇല്ലായിരുന്നു. എനിക്ക് 70 വയസ്സായി. ടോക്കൺ എടുക്കാൻ സെക്യൂരിറ്റി പറഞ്ഞു. നീണ്ട നിര. അടുത്ത് നിന്ന സെക്യൂരിറ്റിക്കാരൻ സുമാറായ 60 വയസ്സ് തോന്നിക്കും. ഞാൻ കണ്ണുനീരൊഴുക്കിട്ടോ കണ്ണനെ വിളിച്ചു. നിങ്ങൾ ടോക്കൺ എടുക്കണ്ട എന്ന് പറഞ്ഞു. ശ്രീകോവിലിൻ്റെ മുന്നിൽ കണ്ണൻ്റെ മുന്നിൽ കൊണ്ടാക്കി. ഒന്നും കാണാൻ കഴിയുന്നില്ല. കണ്ണ് വെള്ളം നിറഞ്ഞുകൊണ്ട് ഒരു ദീപം മാത്രമേ കണ്ടുള്ളൂ. തൊഴുതു പുറത്തിറങ്ങിയപ്പോൾ പൽപ്പായസവും സെക്യൂരിറ്റി വാങ്ങിത്തന്നു. ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്ന ക്യൂവിൽ കൊണ്ടാക്കി. ഭക്ഷണം കഴിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ അവിടെ എവിടെയും കണ്ടില്ല. എല്ലാം കണ്ണൻ്റെ ലീലാവിലാസം. എൻ്റെ അനുഭവം കുറച്ചു കൂടിപ്പോയെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ശ്രീകാന്ത് സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ കൊതിയാവുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. മോഹനൻ കെ ശ്രീവത്സം, ആലങ്ങാട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു നിറഞ്ഞു എന്ന് പറയാലോ. എനിക്ക് ഒരേ സമയം നമ്മുടെ കുചേലൻ സുധാമാവ് കണ്ണനെ കാണാൻ പോയൊരു കാര്യമാണ് മനസ്സിൽ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ്റെ സ്വന്തം ആളായി മാറില്ലേ. അങ്ങനെ തന്നെയാണ് ഈ അച്ഛനും. അവിടെ എത്തിക്കഴിഞ്ഞു, കണ്ണൻ്റെ സ്വന്തമായി, കണ്ണനെ ഏറ്റെടുത്തു, ഒക്കെ വേണ്ട മാതിരി നടത്തിക്കൊടുത്തു. വേറെ ഒന്നും പറയാനില്ല. എന്താ കഥ. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ട കാര്യമൊക്കെ അറിയാലോ. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.